നമസ്കാരം. മലയാളികൾ നെഞ്ചോട് ചേർത്ത് വെച്ച ഒരു ചിത്രമായിരുന്നു നന്ദനം. അതിലെ രണ്ട് കഥാപാത്രങ്ങളും, അതായത് അതിലെ സ്ത്രീ കഥാപാത്രവും പുരുഷ കഥാപാത്രവും പുതുമുഖങ്ങളായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. രണ്ടുപേരും പിന്നീട് മലയാള സിനിമകളിൽ നിറയുകയും ചെയ്തു. ഒന്ന് നായകനായി വന്നത് പൃഥ്വിരാജായിരുന്നു. പൃഥ്വിരാജ് സുകുമാരൻ്റെ ആദ്യ ചിത്രം എന്ന വിശേഷണം തന്നെ അതിന് പ്രാധാന്യം ഏറ്റുന്നുണ്ട്. മറ്റൊന്ന് അതിലെ നായിക നവ്യ നായരായിരുന്നു. നവ്യ നായരുടെയും പ്രഥമ ചിത്രം തന്നെയായിരുന്നു നന്ദനം. അതിനും ഉപരിയായി ഗുരുവായൂർ അമ്പലനടയിൽ വെച്ച് പൂർണ്ണമായും എന്ന് പറയുന്നത് പോലെ ഷൂട്ട് ചെയ്ത, അല്ലെങ്കിൽ ഗുരുവായൂർ അമ്പല പശ്ചാത്തലത്തിൽ പൂർണ്ണമായും ഷൂട്ട് ചെയ്ത ചിത്രങ്ങളിലൊന്നായിരുന്നു. ഇതിനു മുൻപ് നക്ഷതങ്ങൾ എന്ന ചിത്രം, ഹരിഹരൻ സംവിധാനം ചെയ്ത നക്ഷതങ്ങൾ എന്ന ചിത്രം ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട്, ഗുരുവായൂർ ക്ഷേത്ര നടയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് പൂർണ്ണമായും ചിത്രീകരിച്ചത്. ഇതിനുശേഷം കഴിഞ്ഞ ഈ വർഷം തന്നെ ഗുരുവായൂർ അമ്പല നടയിൽ എന്ന ഒരു പൃഥ്വിരാജ് സംവിധാനം ചെയ്ത ചിത്രം വന്നുവെങ്കിലും അത് പൂർണ്ണമായും ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചായിരുന്നില്ല. ഒരു പ്രത്യേകം ലൊക്കേഷൻ ഇട്ട് അവിടെയായിരുന്നു ഷൂട്ട് ചെയ്തത്. ഇതിങ്ങനെ ഒരുപാട് പ്രാധാന്യമുള്ള, അതുകൊണ്ടൊക്കെ തന്നെ വലിയ പ്രാധാന്യമുള്ള സിനിമ തന്നെയാണ് നന്ദനം. അതിൽ എൻ്റെ ഗുരുവായൂരപ്പ, എൻ്റെ കൃഷ്ണ, എൻ്റെ എന്നൊക്കെ ഉള്ള വിളികൾ, നവ്യ നായരുടെ വിളികൾ തന്നെ മലയാളികൾ അല്ലെങ്കിൽ ഗുരുവായൂരപ്പ ഭക്തന്മാർ നെഞ്ചോട് ചേർത്ത് ഏറ്റെടുത്തതാണ്. അതിലെ ഓരോ കഥാപാത്രവും ജീവിക്കുന്നു എന്ന് തന്നെ പറയാം. ഇപ്പോഴും മലയാളികൾ വളരെ സ്നേഹത്തോടെ, വളരെ ഹൃദയഹാരിയായി കാണുന്ന ചിത്രം തന്നെയാണ് നന്ദനം. അതിലെ നായിക പിന്നീട് ഒരുപാട് സിനിമകളിൽ നിറഞ്ഞു നിൽക്കുന്നത് കണ്ടിരുന്നു. നവ്യ നായർ എന്ന ലേബൽ കൊടുത്ത് ഒരു നടിയാക്കിയ ചിത്രം തന്നെയായിരുന്നു. പലപ്പോഴും കലോത്സവ വേദികളിൽ നിറഞ്ഞ കലാതിലകമാവുകയും ഒക്കെ ചെയ്ത വ്യക്തിയായിരുന്നു നവ്യ നായരെങ്കിൽ നന്ദനം എന്ന സിനിമയിലൂടെയാണ് നവ്യ നായർ മലയാളികൾക്ക് പ്രിയപ്പെട്ടവളായി മാറിയത്. പിന്നീട് ഒരുപാട് തവണ ഗുരുവായൂർ അമ്പലത്തിലെത്തുന്നതും ഗുരുവായൂരപ്പനെ കാണുന്നതും ഒക്കെയുള്ള വീഡിയോകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോഴിതാ വളരെ വിശേഷപ്പെട്ട തൻ്റെ ഒരു ദിവസമാണ് ഇന്ന്. അതുകൊണ്ട് തന്നെ താൻ വീണ്ടും ഗുരുവായൂർ അമ്പലനടയിൽ എത്തിയിരിക്കുകയാണ് എന്ന തരത്തിലുള്ള ഒരു നവ്യ നായരുടെ കുറിപ്പും ഫോട്ടോകളുമാണ് ശ്രദ്ധയാകർഷിക്കുന്നത്. ഇൻസ്റ്റാഗ്രാമിൽ 1-2 ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തിരുന്നു. അതും വലിയ തോതിൽ ശ്രദ്ധയാകർഷിച്ചിട്ടുണ്ട്. കണ്ണൻ്റെ വേദിയിൽ, കണ്ണൻ്റെ അമ്പലത്തിൽ, ഗുരുവായൂർ അമ്പല നടയിലൂടെ നവ്യ നായർ പോകുന്ന ചിത്രവും കൂടെ മറ്റൊരാളെയും കാണാം. അത് മറ്റാരുമല്ല, നവ്യ നായരുടെ അനിയൻ രാഹുലാണ്. രാഹുലിൻ്റെ പിറന്നാളായിരുന്നു. പിറന്നാളാഘോഷം ഗുരുവായൂരപ്പൻ്റെ നടയിൽ തന്നെ ആകണമെന്ന് ഒരാഗ്രഹമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നവ്യ എത്തിയിരിക്കുന്നത്. നവ്യയുടെ അച്ഛനും അമ്മയും അനിയനും മകനും ഒക്കെ ഈ ക്ഷേത്രനടയിലൂടെ പ്രദർശനം വയ്ക്കുന്ന ചിത്രങ്ങളുമൊക്കെ സാമൂഹിക മാധ്യമങ്ങളിൽ വളരെയധികം ശ്രദ്ധ നേടിയിരുന്നു. എന്താണ് നവ്യ ഇത്രമാത്രം പ്രാധാന്യത്തോടെ ഗുരുവായൂർ അമ്പല നടയിലേക്ക് വീണ്ടും എത്തിയത് എന്ന് ആരാധകർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിന് മറുപടിയായിട്ടാണ്, എൻ്റെ അനിയൻ രാഹുലിൻ്റെ പിറന്നാളാണ്, പിറന്നാളാഘോഷം കണ്ണൻ്റെ നടയിൽ തന്നെ വേണമെന്നൊരു ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ കുടുംബസമേതം എത്തിയത് എന്ന് നവ്യ നായർ പറയുന്നുണ്ട്. നവ്യ നായരുടേതായി അടുത്ത് വരാനിരിക്കുന്ന ചിത്രം പാതിരാത്രിയാണ്. പുഴു സംവിധായകരുടെ ചിത്രമാണ് ഇനി വരാൻ പോകുന്ന പാതിരാത്രി. ഇപ്പോൾ നവ്യ നായർ സിനിമയേക്കാൾ കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുന്നത് മാതങ്കി എന്ന നൃത്ത വിദ്യാലയത്തിനാണ്. വീടിനോട് ചേർന്ന് തന്നെയാണ് ഈ മാതങ്കി ഉള്ളത്. അതുകൊണ്ട് തന്നെ മാതങ്കിയിലൂടെ ഒരു നർത്തകി അല്ലെങ്കിൽ ഒരു മികച്ച നൃത്ത അധ്യാപിക എന്നൊക്കെ അറിയപ്പെടാനാണ് നവ്യ കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്നും പറയുന്നു.